Namaskaram. The whole South Indian films industry is sitting here. ഏത് ഭാഷയെ പറയണമെന്ന് എനിക്കറിയില്ല. There are Tamil people, Telugu people, Kannada people and Malayalam people is watching. I mean listening to the speeches. ഇടയ്ക്കിടയ്ക്ക് ഞാൻ ദൃശ്യം മിക്സ് ചെയ്ത് പറയാം. ഈ സിനിമ ഇപ്പോൾ മലയാളത്തിൽ ഇറക്കുക എന്ന യാത്ര എന്ന് പറയുന്നത് 2004 ആന്ധ്രാപ്രദേശിലെ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത YS രാജശേഖർ റെഡ്ഡി എന്ന് പറയുന്ന ഒരു വലിയ രാഷ്ട്രീയ നേതാവിൻ്റെ പദയാത്രയുടെ കഥയാണ്. പാദയാത്ര എന്നാണ് തെലുങ്കിൽ പറയുന്നത്. എനിക്ക് രണ്ടും കൂടെ മിക്സായി പദയാത്ര എന്നാണ് ശരി മലയാളത്തിൽ. തെലുങ്കിൽ അവർ പാദയാത്ര എന്നാണ്. പാദയാത്ര നടത്തി ജനങ്ങൾക്കിടയിലേക്ക് ജനങ്ങളുടെ പ്രശ്നങ്ങൾ, ജനങ്ങളുടെ വിഷമങ്ങൾ, വികാരങ്ങൾ നേരിട്ട് മനസ്സിലാക്കി ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നു എന്ന ഒരു രാഷ്ട്രീയ നേതാവ് എങ്ങനെ ഒരു മുഖ്യമന്ത്രി ആയിരിക്കുന്നുള്ള യാത്രയ്ക്കിടയിൽ ഉണ്ടാകുന്ന സംഭവം. സാധാരണ ഒരാളുടെ ജീവചരിത്ര സിനിമ എന്ന് പറയുമ്പോൾ അത് ക്യാൻ ബി ഫ്രം ദ ബർത്ത്, ഹി വാസ് ബോൺ ഇൻ സച്ച് ഡേ, ദിസ് ആൻഡ് ദാറ്റ് ആൻഡ് ഗ്രോസ്, അങ്ങനെ പഠിച്ചു വലുതായി വലിയ ആളായി എന്ന് പറയുന്ന പോലെയാണ്. പക്ഷേ ഇതങ്ങനെയല്ല. അതിൽ തന്നെ കാണുന്നത് തന്നെയാണ് കഥ. ഞാനിത് മലയാളത്തിലേക്ക് ഡബ് ചെയ്തത് നമ്മുടെ തെലുങ്ക് ഭാഷ ചിലപ്പോൾ പല മലയാളികൾക്കും അത്രയും മനസ്സിലായെന്ന് വരില്ല. ഇതൊരു ട്രാൻസ്ലേഷൻ മാത്രമാണ്. ശരിക്കായിട്ടുള്ള പാട്ടുകൾ പോലും ട്രാൻസ്ലേറ്റ് ചെയ്ത് മലയാളമാക്കി കൊടുക്കും. അതും ഞാൻ മലയാളം സംസാരിക്കുന്നത് അതിൻ്റെ അർത്ഥം മനസ്സിലാക്കാൻ വേണ്ടി മാത്രം അത് നിങ്ങൾ പറയുന്നു. പിന്നെ ഞാൻ തന്നെ ഡബ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും മലയാളം സംസാരിച്ച് മലയാള സിനിമയിൽ എൻ്റെ ശബ്ദം കേട്ട് പരിചയിച്ചിട്ടുള്ള നിങ്ങൾക്ക് ഒരിക്കലും ഞാൻ വേറൊരാളുടെ ശബ്ദത്തിൽ സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് അത് ഉൾക്കൊള്ളാൻ സാധിക്കില്ലല്ലോ എന്ന് വിചാരിച്ചാണ് ഞാൻ തന്നെ ആദ്യമായിട്ടാണ് ഞാൻ അന്നേക്ക് ഒരു പടം മറ്റു ഭാഷയിൽ നിന്ന് മലയാളത്തിലേക്ക് ഡബ് ചെയ്യുന്നത്. ഇതാദ്യമാണ്. ഞാൻ ഇതിപ്പോൾ ഡബ് ചെയ്തിട്ടില്ല. അപ്പം അതുകൊണ്ട് അതിൻ്റേതായ ഒരു പ്രത്യേകത വേണം. നിങ്ങളിലേക്ക് എത്തിച്ചേരുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ കഥയും സംഭാഷണങ്ങളും മനസ്സിലാകണമെന്ന് കരുതിയിട്ടാണ് ഇതിങ്ങനെ മലയാളത്തിലേക്ക് ഡബ് ചെയ്തിരിക്കുന്നത്. അത് മലയാളം കണ്ടതിന് ശേഷമോ മലയാളം കാണുന്നതിന് മുമ്പോ ഒരു പ്രാവശ്യമെങ്കിലും തെലുങ്ക് കൂടെ ഒന്ന് കാണും. ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടാണ് തെലുങ്ക് ഭാഷ എങ്ങനെയായിരുന്നു ഞാനിങ്ങനെ പറഞ്ഞാൽ അതിപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ പോലും മനസ്സിലായില്ലെങ്കിൽ സബ്ടൈറ്റിലുണ്ട്. മലയാളവും കാണാം. മലയാളം തെലുങ്ക് അല്ലെങ്കിൽ സബ്ടൈറ്റിൽ കണ്ട് സിനിമ കാണുമ്പോൾ ഒരു ഡിസ്റ്റർബൻസ് ഒഴിവാക്കാൻ വേണ്ടി സ്ട്രെയിറ്റ് ആയിട്ട് മലയാളം കാണാം. ഈ സിനിമ പേരൻ്റ് ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഈ സിനിമ ഇറക്കേണ്ടി വന്നതിൻ്റെ വേറെ ചില കാരണങ്ങൾ. അതുകൊണ്ടാണ് രണ്ടും ബാക്ക് ടു ബാക്ക് ആഴ്ച കഴിയുമ്പോൾ വരുന്നത്. വരുമ്പോൾ നമുക്ക് സ്വീകരണം കണ്ട് നിങ്ങൾക്ക് മറ്റുള്ളവർ പോലും പറയുന്നത് വളരെ സന്തോഷം തരുന്ന ഒരു കാര്യമാണ്. ഈ സിനിമയ്ക്ക് അതുപോലെ സ്വീകരണം ഉണ്ടാകണം. മറ്റേ മഹിരാഘവൻ ഡയറക്ടർ പറഞ്ഞത് രണ്ട് തരത്തിലാണ്, രണ്ട് വേഷമാണ്, രണ്ടും പിന്നാൽ കഴിയുന്ന തരത്തിൽ രണ്ട് തരത്തിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഇത് കണ്ടവർക്ക് അത് കാണാം, തെലുങ്ക് കാണാം, എല്ലാം കൂടെ നിങ്ങളുടെ തലയിലോട്ട് ഞാൻ കെട്ടിവെക്കുകയല്ല. പക്ഷേ വേറെ ആർക്കും വേണ്ടി ഞാൻ അഭിനയിക്കുന്നതിന് വേണ്ടിയില്ലേ. അതുകൊണ്ട് ഈ സിനിമകൾ രണ്ടും കണ്ടേ മതിയാവുള്ളൂ, വേറെ വഴിയില്ല. പിന്നെ ഇത്രയും അതിഥികൾ ഈ സിനിമയില് ജഗപതി ബാബു എന്ന് പറഞ്ഞ നിങ്ങളുടെ ഡാഡി ഗിരിജ ഇപ്പൊ ഞാനും കൂടെ തല്ലിക്കൊണ്ടിരിക്കുകയാണ്. രാജയുടെ സമയത്താണ് ഞങ്ങൾ അതുകൊണ്ടാണ് പുള്ളിക്കാരൻ ഇവിടെ എത്തിയില്ലെങ്കിൽ ഇവിടെ വരാൻ ബുദ്ധിമുട്ടുള്ള ഒരാളാണ്. ഒരുപാട് തിരക്കുള്ളതാണ്. അദ്ദേഹം ഇതിനകത്ത് അഭിനയിക്കുന്നത് എൻ്റെ അച്ഛനായിട്ടാണ്. പക്ഷെ എൻ്റെ അച്ഛനായിട്ട് അഭിനയിക്കുന്നത് ഞാൻ ചെറുതായിരിക്കുമ്പോഴാണ്. Coming as my father when I am young, not like me. So be relaxed. എനിക്ക് എന്നെക്കാളും പ്രായം കുറഞ്ഞാണ്. He is very younger to me. കാണുമ്പോൾ തടിയൊക്കെ നനച്ചിട്ടേ ഉള്ളൂ. അതിനെ കാണിക്കാത്തൊന്നും അറിയില്ല. അപ്പോൾ പിന്നെ ഇവരെയൊക്കെ എനിക്ക് അറിയാവുന്നതാണ്. ഈ KRഉം അവർക്ക് കുറെ കാലമായിട്ട് നമ്മുടെ ഇൻഡസ്ട്രിയിലുള്ള ആൾക്കാരാണ്. അപ്പൊ അവരൊക്കെ ഈ നമ്മളെ എല്ലാവരും കൂടെ ഇപ്പൊ നമ്മുടെ പുതിയ കാലത്തിന്റെ പ്രത്യേകതയാണ് ടൈം. നമ്മുടെ തമിഴ്, തെലുഗു, മലയാളം, കന്നഡ all are joining together for a movie and they are all watching the same movie. Malayalam films are watching Telugu, Tamil and Telugu and Tamil translation, Malayalam